ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ലോക മത പാർലമെന്റിന് വെള്ളിയാഴ്ച വത്തിക്കാനിൽ തുടക്കമാകും. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കർദിനാൾ മിഗേൽ ഏഞ്ചൽ ഐസോ ഗഹൌട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ശ്രീ വീരേശ്വരാനന്ദ സ്വാമി ശിവഗിരി മഠം, അതുപോലെ ശ്രീ ബാബുരാജ് ബഹ്റിൻ, ഈ 3 പേരാണ് വത്തിക്കാൻ സന്ദർശിച്ച് പോപ്പിനെ കണ്ട് അനുവാദം വാങ്ങി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നവംബർ 30-ാം തീയതി ഈ ലോകമത പാർലമെൻറ്റ് സംഘടിപ്പിക്കുവാൻ തീരുമാനമായത്. ലോകത്ത് ശാന്തിയും സമാധാനവും സംജാതമാക്കുവാൻ മതമല്ല വലുത്, മനുഷ്യനാണ് വലുത് എന്നുള്ള സന്ദേശം നൽകേണ്ടതായിട്ടുണ്ട്. ഈ സമ്മേളനാനന്തരം ഒരു സർവമത പ്രാർത്ഥനാലയം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ശിവഗിരി മഠം. ശ്രീനാരായണ ഗുരു ആലുവ സമ്മേളനം നടത്തിയതിന് ശേഷം എല്ലാവരും സർവമതങ്ങളും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി പഠിക്കണം. അതിനുവേണ്ടി ഒരു സർവമത പാഠശാല ശിവഗിരിയിൽ സ്ഥാപിച്ചു. ശിവഗിരിയിലെ സന്യാസിമാർ ആ സർവമത പാഠശാലയിൽ പങ്കെടുത്ത് പഠിച്ചിട്ടുള്ളവരാണ്. ഭാരതീയമായ വേദാന്ത ശാസ്ത്രവും ധർമ്മപദവും ബൈബിളും ഖുറാനും ഒക്കെ അവിടെ പഠിക്കണം. അങ്ങനെ പഠിച്ചറിഞ്ഞ സന്യാസിമാരാണ് ഈ ലോകമത പാർലമെൻറ്റ് സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. വത്തിക്കാൻ സമ്മേളനത്തിന് ശേഷം ലണ്ടനിലും അതുപോലെ ചെന്നൈയിലും ഡൽഹിയിലും വെച്ച് ലോകമത പാർലമെൻറ്റ്. ചടങ്ങിൽ ദേവദശകത്തിന്റെ ഇറ്റാലിയൻ തർജ്ജിമയുടെ ആലാപനവും നടക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100ഓളം പ്രതിനിധികളും ഇന്ത്യയിൽ നിന്നുള്ള ജനപ്രതിനിധികളും സന്യാസിമാരും പങ്കെടുക്കും. ആലുവയിൽ ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് ലോക സർവമത സമ്മേളനം. സമ്മേളനത്തിന്റെ 2ാം ദിവസമായി ശനിയാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ലോക സർവമത സമ്മേളനത്തിന്റെ ലോഗോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തിരുന്നു.